ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം എറണാകുളം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. പാമ്പാക്കുട ഐസിഡിഎസ് പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന രാമമംഗലം പഞ്ചായത്തിലെ 13ാം വാർഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെൻറ്റർ നമ്പർ 88 കോരങ്കടവ് അങ്കണവാടിയിൽ ആരംഭിക്കുന്ന കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 2025 ജനുവരി 1 35 തികയാൻ പാടില്ല. പൂരിപ്പിച്ച അപേക്ഷ വിദ്യാഭ്യാസം, പ്രായം, ജാതിയും മതവും താമസം ഇവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ 21 ഉച്ചയ്ക്ക് 2 മണി വരെ നേരിട്ടോ തപാൽ മാർഗമോ പാമ്പാക്കുട ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ എത്തിക്കണം. അപേക്ഷയോടൊപ്പം 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ കൂടി ഉള്ളടക്കം ചെയ്യണം. തപാലിൽ അയക്കുന്നവർ ജൂലൈ 21 കിട്ടത്തക്ക രീതിയിൽ ശിശുവികസന പദ്ധതി ഓഫീസർ, ശിശുവികസന പദ്ധതി ഓഫീസ്, പാമ്പാക്കുട, അഞ്ചൽപ്പെട്ടി PO, പിൻ നമ്പർ 686667 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. അടുത്തത് പാമ്പാക്കുട ഐസിഡിഎസ് പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഇലഞ്ഞി പഞ്ചായത്തിലെ 6ാം വാർഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെൻറ്റർ നമ്പർ 40 ആലപ്പുരം അങ്കണവാടിയിൽ ആരംഭിക്കുന്ന കൃഷിയിലേക്ക് നിയമനം നടത്തുന്നതിന് 6ാം വാർഡിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 6ാം വാർഡിൽ അർഹതപ്പെട്ട അപേക്ഷകർ ഇല്ല എങ്കിൽ സമീപ വാർഡായ 5, 7, 8, 9 വാർഡുകളിലെ അപേക്ഷകരെയും പരിഗണിക്കും. ഈ വാർഡുകളിലും ആളില്ലെങ്കിൽ ഇലഞ്ഞി പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലുള്ളവരെയും പരിഗണിക്കുന്നതാണ്. യോഗ്യത ഹെൽപ്പർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായം 1/1/2025 ജനുവരി 1 35 തികയാൻ പാടില്ല. പൂരിപ്പിച്ച അപേക്ഷകൾ വിദ്യാഭ്യാസം, പ്രായം, ജാതിയും മതവും താമസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ 21 ഉച്ചയ്ക്ക് 2 വരെ നേരിട്ടോ തപാൽ മാർഗമോ പാമ്പാക്കുട ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ എത്തിക്കണം. അപേക്ഷയോടൊപ്പം 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ കൂടി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. തപാലിൽ അയക്കുന്നവർ ജൂലൈ 21 കിട്ടത്തക്ക രീതിയിൽ ശിശുവികസന പദ്ധതി ഓഫീസർ, ശിശുവികസന പദ്ധതി ഓഫീസ്, പാമ്പാക്കുട, അഞ്ചൽപ്പെട്ടി PO, പിൻ നമ്പർ 686667 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. അടുത്തത് എറണാകുളം ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ് വടുവക്കോട് ഐസിഡിഎസ് പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 16ാം വാർഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെൻറ്റർ നമ്പർ 130 തട്ടാമുകൾ അങ്കണവാടിയിൽ ആരംഭിക്കുന്ന അങ്കണവാടി കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ യോഗ്യരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 2025 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായവരും 35 വയസ്സ് അധികരിക്കാത്തവരുമായിരിക്കണം. മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 16ൽ അർഹതപ്പെട്ട അപേക്ഷകരില്ലെങ്കിൽ മറ്റു വാർഡുകളിലെ അപേക്ഷകരെയും പരിഗണിക്കുന്നതാണ്. യോഗ്യത SSLC പാസ്സായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 17 വൈകിട്ട് 5 മണി വരെയാണ്. അപേക്ഷകൾ അയക്കേണ്ട വിലാസം ശിശുവികസന പദ്ധതി ഓഫീസർ, ICDS വടുവക്കോട്, പുത്തൻകുരിശ് PO, എറണാകുളം, പിൻ നമ്പർ 682308. അടുത്തത് ആലങ്ങാട് ഐസിഡിഎസ് പ്രോജക്റ്റ് പരിധിയിലുള്ള ഏലൂർ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അങ്കണവാടി കൃഷിയിലേക്ക് ഹെൽപ്പറുടെ നിയമനത്തിനായി ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ സ്ഥിര താമസക്കാരായ 10ാം ക്ലാസ് പാസ്സായതും 18-നും 35-നും ഇടയിൽ പ്രായമുള്ളതുമായി വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 19 വരെയാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മലമ്പുഴ ആശ്രമ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത THSC വിജയം അല്ലെങ്കിൽ SSLCയും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ദേശീയതല ടെക്നിക്കൽ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിലുള്ള എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അനുബന്ധ ട്രേഡിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ലൈബ്രറിയൻ തസ്തികയിൽ ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ്. കൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്ക് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി അല്ലെങ്കിൽ BSc നഴ്സിംഗ് വിജയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ തസ്തിക പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി സംവരണം ചെയ്തിട്ടുണ്ട്.
താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ജൂൺ 19 സ്കൂളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രറിയൻ തസ്തികകളിലേക്ക് ജൂൺ 19 രാവിലെ 11 മണിക്കും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്ക് ജൂൺ 19 ഉച്ചയ്ക്ക് 2 മണിക്കുമാണ് കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുക. യോഗ്യരായവർ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസം, ജാതി, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം യഥാസമയം സ്കൂളിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വെണ്ണിക്കുളം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഗസ്റ്റ് അധ്യാപക തസ്തികയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലെ താൽക്കാലിക ഒഴിവിലേക്ക് ജൂലൈ 14 രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാവണം. യോഗ്യത 1-ാം ക്ലാസ്സോടെ ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ഹോണറേറിയം പ്രതിമാസം 29,535 രൂപയാണ്. യോഗ്യത MSW ആണ്. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നേടിയ ബിരുദാനന്തര ബിരുദവും സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 വർഷത്തെ കുറയാത്ത പ്രവൃത്തി പരിചയമാണ്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇംഗ്ലീഷും മലയാളവും ടൈപ്പ് ചെയ്യാൻ കഴിയണം. പ്രായപരിധി ഇന്റർവ്യൂ തീയതിയിൽ 40 വയസ്സ് കവിയാൻ പാടില്ല. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിലെ പഴയ ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ 2025 ജൂലൈ 15 രാവിലെ 10 മണിക്ക് നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. സാമൂഹ്യനീതി ഡയറക്ടറുടെ ഉത്തരവുകൾക്ക് വിധേയമായിട്ടായിരിക്കും കരാർ നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.